الحمد لله رب العالمين وسبحان الله العظيم ولا حول ولا قوة إلا بالله العلي العظيم نحمده ونستعينه ونستغفره ونستهديه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا وسيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون أعوذ بالله السميع العليم من الشيطان الرجيم بسم الله الرحمن الرحيم إنه من يأت ربه مجرما فإن له جهنم لا يموت فيها ولا يحيا സത്യവിശ്വാസികളായ സഹോദരന്മാരെ, സഹോദരികളെ, സുഹൃത്തുക്കളെ, അള്ളാഹുവിൻ്റെ നിയമ നിർദ്ദേശങ്ങൾ പാലിച്ചും അവൻ്റെ ഇഷ്ടാനിഷ്ടകൾ പരിഗണിച്ചും ചെരുപ്പിൻ്റെ വാറിനേക്കാൾ സമീപത്തുള്ള മരണത്തെപ്പറ്റി ഓർത്തും മരണം മുതൽ ലോകാവസാനം വരെ കിടക്കേണ്ടുന്ന ഖബറിനെപ്പറ്റി ചിന്തിച്ചു ഉടുതുണിയില്ലാതെ നഗ്നപാതരായി അള്ളാഹുവിൻ്റെ മുമ്പിൽ ജീവിതത്തിൻ്റെ കണക്ക് ബോധിപ്പിക്കേണ്ടവരാണ് എന്ന യാഥാർത്ഥ്യം ഉൾക്കൊണ്ടുകൊണ്ടും തഖ്വയുള്ളവരായി, സൂക്ഷ്മതയുള്ളവരായി, ഭക്തരായി ജീവിക്കുവാൻ പരിശ്രമിക്കണം, പ്രാർത്ഥിക്കണമെന്ന് ആമുഖമായി എന്നെയും തുടർന്ന് നിങ്ങളിൽ ഓരോരുത്തരെയും വളരെ ശക്തമായ ഭാഷയിൽ ഞാൻ ഉണർത്തുന്നു, ഉപദേശിക്കുന്നു, വസിയത്ത് ചെയ്യുന്നു. അള്ളാഹു അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വളരെ ശ്രേഷ്ഠമായ, അതിനേക്കാൾ ഉപരി നമ്മുടെ സ്വർഗപ്രവേശനത്തിന്, നമ്മുടെ നരകമോചനത്തിന് ഏറ്റവും അനുപേക്ഷണീയമായ ഒരു മാസത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. എന്താണ് നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം? വിദ്യാഭ്യാസം ചെയ്യുന്നത് ജോലി കിട്ടാനാണ്. ജോലി കിട്ടുന്നത് ജീവിക്കാനാണ്. എന്തിന് ജീവിക്കണം? ഈ ലോകത്തുനിന്ന് 3 കെട്ടും കെട്ടി 3 തൊണിയിൽ പൊതിഞ്ഞ് 6 അടി മണ്ണിലേക്ക് താഴ്ത്തി വെക്കുമ്പോൾ അള്ളാഹു അനുവദിച്ച ഈ ലോകത്തെ ജീവിതം കൊണ്ട് എന്താണ് നമ്മൾ സമ്പാദിക്കേണ്ടത്? സംശയത്തിനിടമില്ലാത്ത വിധം സൂറ ആൽ ഇംറാന്റെ 185-ാമത്തെ വചനം ആ യാഥാർത്ഥ്യം നമ്മെ ബോധ്യപ്പെടുത്തുന്നുണ്ട്. ഫമൻ സുഹ്സിഹ അനിൻ നാരി വഉദ്ഖിലൽ ജന്നത ഫഖദ് ഫാസ്. ഏതൊരുവൻ വാക്കുകൊണ്ടോ നോട്ടം കൊണ്ടോ സാന്നിധ്യം കൊണ്ടോ ഒരാൾ മറ്റൊരാൾക്ക് സഹായം ചെയ്യാത്ത പരലോകത്ത്, നമുക്കറിയാം ഈ ദുനിയാവിൽ നമ്മൾ പലരും ജീവിക്കുന്നത് മക്കൾക്ക് വേണ്ടിയും സന്താനങ്ങൾക്ക് വേണ്ടിയും കുടുംബത്തിന് വേണ്ടിയുമാണ്. പ്രവാസം അനുഭവിച്ചവരാണ് എൻ്റെ മുമ്പിലുള്ള ഭൂരിഭാഗം ആളുകൾ. എന്താണ് തങ്ങൾക്ക് നഷ്ടപ്പെടുന്നത് എന്ന് തിരിച്ചറിയാൻ കഴിയാത്തവനാണ് ഒരു പ്രവാസി. അവരിലൂടെ ഈ ലോകത്തെ എല്ലാവരും ജീവിക്കുന്നു. ഒരു മനുഷ്യൻ ഈ ലോകത്ത് ഏറ്റവും വിട്ടുവീഴ്ച ചെയ്യുന്നത് മക്കളും മാതാപിതാക്കളും തമ്മിലാണ്.
എന്നാൽ പരലോകത്ത് സൂറത്തുൽ ലുഖ്മാന്റെ 33-ാമത്തെ വചനം വീട്ടിൽ പോയി പരിശോധിക്കുക. മാതാപിതാക്കൾ മക്കളോടോ മക്കൾ മാതാപിതാക്കൾക്കോ ഒരു വിട്ടുവീഴ്ചയും ചെയ്യാത്ത ലോകത്തിന്റെ പേരാണ് പരലോകം. അവിടെ നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ട് സ്വർഗത്തിൽ ആരാണോ പ്രവേശിപ്പിക്കപ്പെടുന്നത് ഫഖദ് ഫാസ്, അവനാണ് വിജയിച്ചവൻ. ആ വിജയം നേടാൻ വ്യക്തി ജീവിതം, കുടുംബജീവിതം, ഔദ്യോഗിക ജീവിതം, രാഷ്ട്രീയ ജീവിതം, ബിസിനസ് ജീവിതം നമ്മെ സഹായിച്ചാൽ അതൊക്കെ വിജയമാണ്. ഇല്ലെങ്കിൽ ഒരുപക്ഷെ നിങ്ങളുടെ പേരിൽ 100 കണക്കിന് അല്ലെ ഡസന് കണക്കിന് ഏക്കറ ഭൂമി ഉണ്ടാവും, ഭാരിച്ച സമ്പത്തുണ്ടാവും. പക്ഷേ അള്ളാഹുവിൻ്റെ ഭാഷയിൽ നമ്മുടെ ജീവിതം വട്ടപൂജ്യമാണ്. ആ വിജയം നേടാൻ എന്താണോ തടസ്സമായി നിൽക്കുന്നത് അതിനെ ക്ലിയർ ചെയ്യുന്നു റമദാൻ എന്നതാണ് ഈ മാസത്തിൻ്റെ ഏറ്റവും വലിയ സവിശേഷത. നമുക്കറിയാം, ഒരു വിശ്വാസി ഉണർന്നെഴുന്നേറ്റ് ആദ്യമായിട്ട് അള്ളാഹുവിനോട് ചോദിക്കുന്നത് എന്താണ്? നമ്മൾ കിടന്നുറങ്ങി, കണ്ണു തുറന്നു, അൽഹംദുലില്ലാഹില്ലദീ അഹ്യാനാ ബഅദമാ അമാതനാ വഇലൈഹി നുശൂർ, അത് അള്ളാഹ്ക്ക് അങ്ങോട്ട് കൊടുക്കുകയാണ്. അൽഹംദുലില്ലാഹില്ലദീ റദ്ദ അലയ്യ റൂഹി വആഫാനി ഫീ ജസദി വഅദിന ലീ ബിദിക്രിഹി, അള്ളാഹ്ക്ക് അങ്ങോട്ട് സമർപ്പിക്കുകയാണ്. ഇങ്ങോട്ട് ചോദിക്കുന്നത് എന്താണ് ഒരു വിശ്വാസി? ശേഷം നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ കിടക്കുന്ന പായയിൽ എഴുന്നേറ്റിരുന്ന് ആലു ഇമ്രാന്റെ 191 മുതൽ 195 വരെയുള്ള ആയത്തുകൾ ഓതും. ആ ആയത്തിൽ നമ്മൾ അള്ളാഹുവിനോട് ആവശ്യപ്പെടുന്നത് 6 കാര്യങ്ങളാണ്. ആ 6 കാര്യത്തിൽ ആദ്യത്തെ എന്താണെന്നറിയോ? ഫഖിനാ അദാബന്നാർ റബ്ബനാ മാ ഖലഖ്ത ഹാദാ ബാതിലൻ സുബ്ഹാനക ഫഖിനാ അദാബന്നാർ, നരകത്തിന്ന് കാക്കണേന. അപ്പൊ ഒരു ദിവസം ഈ ദുനിയാവിൽ ജീവിക്കാൻ അവസരം ലഭിച്ചാൽ ആ വിശ്വാസി ആ ദിവസം കൊണ്ട് അഡ്രസ് ചെയ്യേണ്ടത് നരകമോചനത്തെയാണ്. അന്നത്തെ ജീവിതം അവൻ ചെലവഴിക്കേണ്ടത് നരകമോചനത്തിന് വേണ്ടിയാണ്. അന്നത്തെ ഒരു ദിവസത്തിന്റെ ആകത്തുകയായി അവന്റെ പോക്കറ്റിലേക്ക് വരേണ്ടത് നരകമോചനമാണ്. അതുകൊണ്ടാണ് ഒരു ദിവസം അവസാനിപ്പിക്കുമ്പോൾ ഇസ്ലാം പറഞ്ഞ എല്ലാ മര്യാദയും പാലിച്ചു. ഒളുവെടുത്തു, കിടക്കുന്ന വിരിപ്പെടുത്ത് കുടഞ്ഞു, ഖിബ്ലക്ക് നേരെ തിരിഞ്ഞു, സൂറത്തുൽ ഫാത്തിഹ ഓതുന്നു, കാഫിറൂൻ ഓതുന്നു, ഇഖ്ലാസ് ഓതുന്നു, മുഅവ്വിദത്തൈനി ഓതുന്നു, കയ്യിൽ ഊതി ശരീരം മുഴുവൻ തടവുന്നു. ഈ മര്യാദകളൊക്കെ പാലിച്ച് എല്ലാ പ്രാർത്ഥനയും ചൊല്ലി ഖബറിൽ കിടക്കുന്നത് പോലെ വലത് കവിളിൽ വെച്ച് വലത് ഭാഗത്തേക്ക് ചെരിഞ്ഞു കിടക്കുമ്പോ നമ്മുടെ നേതാവ് അവസാനമായി പഠിപ്പിച്ച പ്രാർത്ഥന റബ്ബി ഖിനി അദാബക് യൗമ തബ്അസു ഇബാദക്. റബ്ബി, എന്റെ റബ്ബേ, ഖിനി, നീ എന്നെ കാക്കണം, അതിനാണ് ഞാൻ ജീവിച്ചത്. എന്റെ കിടക്കയിൽ നിന്ന്, വിരിപ്പിൽ നിന്ന്, കിടക്കപ്പായയിൽ നിന്ന് രാവിലെ എഴുന്നേറ്റ് നീ അനുവദിച്ച ഈ ദിവസം ഞാൻ ചെലവഴിച്ചത് എന്നെ നീ നരക ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടുത്തനാണ്. അതുകൊണ്ട് യൗമ തബ്അസു ഇബാദക്, നീ നിന്റെ അടിമകളെ പരലോകത്ത് ഒരുമിച്ച് കൂട്ടുമ്പോ നിന്റെ ശിക്ഷയിൽ നിന്ന് എന്നെ കാക്കണം. അപ്പൊ ഒരു ദിവസത്തിന്റെ തിരശ്ശീല ഉയർത്തുന്നതും ഒരു ദിവസത്തിന്റെ തിരശ്ശീല താഴ്ത്തുന്നതും നരകമോചനം ചോദിച്ചുകൊണ്ടാണെങ്കിൽ അതാണ് നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം. അതാണ് ലക്ഷ്യം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഏറ്റവും കൂടുതൽ പറഞ്ഞ പ്രാർത്ഥന ഏതാ? റബ്ബനാ ആതിനാ ഫിദ്ദുനിയ ഹസന വഫിൽ ആഖിറതി ഹസന വഖിനാ അദാബന്നാർ, നരകത്തിൽ നിന്ന് കാക്കണേന. ആ നരകത്തിൽ കാക്കാനും നരകത്തിൽ നിന്ന് നരകത്തിലേക്ക് നമ്മെ തള്ളിവിടാനും സ്വർഗപ്രവേശനത്തിന് തടസ്സം നിൽക്കുവാനും എന്താണോ നമ്മൾ ചെയ്തു കൂട്ടിയത് അതെത്ര മാരകമാണെങ്കിലും എത്രമേൽ അളവിൽ കൂടുതലാണെങ്കിലും കരിച്ചു കളയുന്ന ഒരു മാസത്തിലാണ് ഞാൻ നിങ്ങളുള്ളത്. നോമ്പിന്റെ ഏറ്റവും വലിയ പ്രതിഫലമായി നബി തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചത് മൻ സ്വാമ യൗമൻ ഫീ സബീലില്ലാഹ്. എല്ലാരും നോൽക്കല്ലേ, ഞാനായിട്ട് എങ്ങനെ നോൽക്കാണ്ടിരിക്കുക? ഞാൻ നോൽക്കാണ്ടിരുന്നാൽ ഒരു മുറുക്ക് വെള്ളം എവിടുന്നാ കിട്ടുക? അല്ല, അള്ളാന്റെ തൃപ്തിക്ക് വേണ്ടി ഒരാൾ ഒരു ദിവസത്തെ നോമ്പ് അനുഷ്ഠിച്ചാൽ ബഅദല്ലാഹു വജ്ഹഹു അനിൻ നാരി 70 ഖരീഫാ. അതിന്റെ പവർ എന്താണെന്നറിയോ? 70 കിലോമീറ്റർ നരകത്തിൽ നിന്ന് അവൻ അകന്നു പോകും. അത്രമേൽ പവറുണ്ട് റമദാന്.
അപ്പൊ അതെത്രമേൽ പവിത്രമാണ് റമദാൻ. നമ്മുടെ ജീവിതത്തിന്റെ ലക്ഷ്യം സ്വർഗപ്രവേശനവും നരകമോചനവുമാണെങ്കിൽ അതാണ് റമദാൻ നമുക്ക് ഓഫർ നൽകുന്നത്. കരിച്ചു കളയാ, റമദാൻ എന്ന വാക്കിന്റെ അർത്ഥം കരിച്ചു കളയാന്ന്. എന്തിനെ? സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നമ്മൾ ചെയ്തിട്ടുള്ള സകലമാന തിന്മകളെയും കരിച്ചു കളയുന്നു റമദാൻ. അപ്പൊ പാപമാണ് നമ്മുടെ ജീവിതത്തിൽ സ്വർഗപ്രവേശനത്തിന് തടസ്സം. പാപമോചനമാണ് റമദാന്റെ ഓഫർ. ആ ഒരു ബോധത്തോടെ ഈ മാസത്തിന്റെ നിമിഷങ്ങളെയും നിമിഷാർദ്ധങ്ങളെയും ചെലവഴിക്കാൻ നമുക്ക് സാധിക്കണം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ അതാണ് നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത്. പണ്ഡിതന്മാർ പറഞ്ഞു, ഇന്നൽ അബ്ദ ബൈന മഖാഫതൈൻ. ഒരടിമ റമദാനെ സ്വീകരിക്കുന്നത് എങ്ങനെയാണ്? അവൻ രണ്ട് തരം ഭയം അവനെ എപ്പോഴും സ്വാധീനിച്ചു കൊണ്ടിരിക്കുന്നുണ്ട്. രണ്ട് തരം ഭയം അവനെ എപ്പോഴും വേട്ടയാടിക്കൊണ്ടിരിക്കുന്നുണ്ട്. ആ രണ്ട് തരം ഭയത്തിൽ നിന്നുള്ള മോചനം അവൻ എപ്പോഴും കാംക്ഷിക്കുന്നുണ്ട്. എന്താണത്? ഒന്ന്, അജലുൻ ഖദ് മളാ, കഴിഞ്ഞുപോയ ആയുസ്സിനെ സംബന്ധിച്ചുള്ള ഭയം. എന്താ പേടിക്കാനുള്ളത്? കഴിഞ്ഞുപോയ ആയുസ്സിനെ സംബന്ധിച്ചുള്ള ഭയം എന്ന് പറഞ്ഞാൽ ആ കഴിഞ്ഞ ജീവിതം പരിശോധിച്ചിട്ടാണ് എനിക്കും നിങ്ങൾക്കും സ്വർഗം നൽകണോ നരകം നൽകണോ എന്ന് അള്ളാഹു തീരുമാനിക്കുക. ഞാനിപ്പാണ്ട് മരിച്ചാൽ എനിക്ക് സ്വർഗമാണോ നരകമാണോ നൽകേണ്ടതെന്ന് അള്ളാഹു എൻ്റെ പാസ്റ്റ് ടെൻസ് അല്ല, ഫ്യൂച്ചർ അല്ല, പാസ്റ്റ് ടെൻസാ നോക്കുക. എങ്കിൽ എൻ്റെ ജീവിതത്തിൽ എന്നെ അള്ളാഹു അങ്ങനെ പരിശോധിച്ചാൽ എന്ത് തീരുമാനിക്കാനാണ് സാധ്യത എന്ന ഭയം. ഒന്നുകൂടെ വ്യക്തമായി പറഞ്ഞാൽ, കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തെ പറ്റിയുള്ള ഭയം. ഒരു വിശ്വാസിയും പാപവും തമ്മിലുള്ള ബന്ധം എന്താണ്? വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം അള്ളാഹ്ക്ക് ഇഷ്ടമല്ലാത്തൊരു പാപം സംഭവിച്ചു എന്ന് പറഞ്ഞാൽ അവന്റെ തലയിലേക്ക് വീഴാൻ നിൽക്കുന്ന ഒരു പർവ്വതത്തിന്റെ താഴെയാണ് അവൻ ഇരിക്കുന്നതെങ്കിൽ, നമ്മുടെ ഒരു പർവ്വതത്തിന്റെ ഒരു മലന്റെ താഴെ ഇരിക്കുക, ഒരു കല്ലിന്റെ താഴെ, ആ കല്ല് എപ്പോഴും നമ്മുടെ തലയിലേക്ക് വീഴാം. എങ്കിൽ നമ്മൾ എങ്ങനെ ഇരിക്കുക? അതുപോലെയാണ് പാപത്തെ അവൻ സൂക്ഷിക്കുക. അത് വിശ്വാസത്തിന്റെ അടയാളമാണ്. പാപഭയം ഈമാനിന്റെ ഭാഗമാണ്. പാപമോചന പ്രാർത്ഥന വിശ്വാസിയുടെ സ്വഭാവമാണ്. കാരണം സ്വർഗപ്രവേശനത്തിന് തടസ്സമായി നിൽക്കുന്നത് അവന്റെ പാപങ്ങളാണ്. കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തെ പറ്റിയുള്ള ചിന്ത. ഇമാം ഗസാലി റഹിമഹുല്ലാ ഒരു മനുഷ്യൻ നരകത്തിൽ പോകാൻ 11 അടയാളം എണ്ണി പറഞ്ഞു. അത് 11 ഉണ്ടാവണ്ട, ഒന്നുണ്ടായാൽ മതി. ഒന്നെന്താ അറിയോ? നിസിയാനുൽ ദുനൂബിൽ മാലിയ വദിക്റുൽ ഹസനാത്തിൽ മാലിയ. നമ്മൾ ആ കൂട്ടത്തിലാ പെടുക. എന്ത്? കഴിഞ്ഞകാല ജീവിതത്തിലെ തിന്മകൾ മറന്നു പോവുക. എന്നാൽ കഴിഞ്ഞ കാലത്ത് ചെയ്ത നന്മകളൊക്കെ ഓർമ്മയുണ്ട്. നമ്മളങ്ങനല്ലേ? കഴിഞ്ഞ റമളാനിന് നമ്മൾ എത്ര പ്രാവശ്യം ഖുർആൻ ഓതി തീർത്തു എന്ന് ചോദിച്ചാൽ നമുക്ക് ഓർമ്മല്ലേ? ഉണ്ട്. കഴിഞ്ഞ റമളാനിന് നമ്മൾ എത്ര റുപ്യ സദക്ക കൊടുത്തെന്ന് വെച്ചാൽ ഏകദേശം കണക്ക് ഓർമ്മല്ലേ? ഉണ്ട്. എന്നാൽ കഴിഞ്ഞ റമളാൻ മുതൽ ഈ റമളാൻ വരെ എന്റെയും നിങ്ങളുടെയും ജീവിതത്തിൽ സംഭവിച്ച പാപത്തെ പറ്റി ചോദിച്ചാലോ ഒന്നും ഓർമ്മ ഉണ്ടാവില്ല. നരകത്ത് പോകാൻ പറ്റിയ മനുഷ്യനവൻ. ഭാര്യയും ഭർത്താവും തമ്മിൽ തെറ്റിയാൽ എന്താ വിളിച്ചു വരാണ്ടാവുക? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത ഉപകാരം, നന്മ. അയലൊക്കാർ തമ്മിൽ തെറ്റിയാൽ എന്താ വിളിച്ചു പറയാ? അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്ത നന്മ. കൂടെ ജോലി ചെയ്യുന്ന ആള് വർഷങ്ങളോളം ഒരേ കട്ടുമ്മ കിടന്ന ആളുകൾ പരസ്പരം തെറ്റിയാൽ എന്താ വിളിച്ചു വരാണ്ടാവുക? അവരെത്ര കാലമായോ സൗഹാർദ്ദ ജീവിതം ആരംഭിച്ചിട്ട് അതിനിടക്ക് പരസ്പരം ചെയ്ത നന്മ. എന്താ കാര്യം? നന്മ എപ്പോഴും മനസ്സിലുണ്ടാവും, തിന്മ ഉണ്ടാവൂല. നരകത്ത് പോകാൻ പറ്റിയ മനുഷ്യനാണ്. ഇമാം ഗസാലി റഹ്മത്തുള്ളാഹി പറഞ്ഞിട്ട് എന്തുകൊണ്ട് നന്മയെ പറ്റി ചിന്തിച്ചുകൂടാ? നന്മ അള്ളാഹു സ്വീകരിച്ചോ അല്ലേ എന്നറിയില്ലല്ലോ. ഞാൻ നന്മ ചെയ്തു, ശരിയാണ്, അള്ളാഹ് സ്വീകരിച്ചോന്നറിയോ? ഇല്ല. ഇണ്ടോ അല്ലേ എന്ന് ഉറപ്പില്ലാത്തതിനെ പറ്റിയാണോ ചിന്തിക്കേണ്ടത്? ഒരാൾ തിന്മ ചെയ്തു, അള്ളാഹ് സ്വീകരിക്കാണ്ടിരിക്കോ? ഇല്ല. എന്താ കാര്യം? തിന്മക്ക് ഷർത്തും ഫർളുമില്ല. തിന്മക്ക് ഷർത്തും ഫർളുമില്ല. അപ്പൊ തിന്മ ചെയ്താൽ അവിടെ ഉണ്ട്. അപ്പൊ ഏതാണ്ട് എന്ന് ഉറപ്പുള്ളത്? തിന്മ. എന്തിനെ പറ്റി ചിന്തിക്കണം? തിന്മയെ പറ്റി ചിന്തിക്കണം. തിന്മയെ പറ്റി ചിന്തിക്കണം. അതാണ് അജലുൻ ഖദ് മളാ, കഴിഞ്ഞകാല ജീവിതത്തിൽ സംഭവിച്ചു പോയ പാപത്തെ പറ്റിയുള്ള ഭയം. അതാണ് ഒരു ദിവസം ആരംഭിക്കുമ്പോൾ ഒന്നാമത്തെ ചോദ്യം നരകമോചനമാണെങ്കിൽ രണ്ടാമത്തെയും മൂന്നാമത്തെയും ആവശ്യമായ ഒരു വിശ്വാസി അള്ളാഹുലേക്ക് സമർപ്പിക്കുന്നത് എന്താ? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ വകഫിർ അന്നാ സയ്യിആതിനാ. രണ്ട് ആവശ്യവും പാപവുമായി ബന്ധപ്പെട്ടതാണ്. ഒരു വിശ്വാസി രാവിലെ എഴുന്നേൽക്കുമ്പോൾ
ആദ്യമായിട്ട് അള്ളാഹിനോട് ചോദിക്കുന്നത് നരകമോചനമാണെങ്കിൽ, രണ്ടാമത്തെയും മൂന്നാമത്തെയും ആവശ്യമായി നമ്മൾ ആവശ്യപ്പെടുന്നതും ആവശ്യപ്പെടേണ്ടതും ആ നരകമോചനത്തിന് തടസ്സം നിൽക്കുന്ന, നരകത്തിലേക്ക് നമ്മെ അടുപ്പിക്കുന്ന, സ്വർഗത്തെ തടുക്കുന്ന പാപത്തു നിന്നുള്ള മോചനാണ്. അതുകൊണ്ടൊരു വിശ്വാസി ഒരു ദിവസം വെറും വയറ്റിൽ ഒരു ഗ്ലാസ് വെള്ളം പോലും കുടിച്ചിട്ടില്ല. തലേന്ന് കുടിച്ച വെള്ളം മൂത്രമായി കെട്ടിക്കിടക്കുന്നത് ഒഴിച്ചിട്ടില്ല. കട്ടുമെന്ന് കീപ്പട്ട് കാല് വെച്ചില്ല. അതിന്റെ മുമ്പ് നമ്മൾ 5 കാര്യം ചോദിക്കുക. അതിൽ ഒന്നാമത്തെ എന്താ അറിയോ? റബ്ബനാ ഫഗ്ഫിർ ലനാ ദുനൂബനാ. രണ്ടാമത്തെ എന്താ അറിയോ? വകഫിർ അന്നാ സയ്യിആതിനാ. പൊറുത്തു തന്നാലും പോരാ, ഞാൻ ചെയ്ത പാപം പൊറുത്തു തന്നാലും പോരാ, മൂടി വെക്കണം. അതിന്റെ പെണ്ണുങ്ങൾ കാണാൻ പറ്റാത്ത ഞാൻ ചെയ്തത്, ഞാൻ കാണാൻ പറ്റാത്ത ഓളും ചെയ്തത്, ഞങ്ങൾ രണ്ടാളും കാണാൻ പറ്റാത്ത മക്കൾ ചെയ്തത്, മക്കൾ കാണാൻ പറ്റാത്ത ഞങ്ങൾ ചെയ്തത്. അപ്പൊ എന്ത് വേണം? പൊറുത്തു തന്നാലും പോലെ റബ്ബേ മറച്ചു വെക്കണം. കണ്ടാ എന്താ കാര്യം? പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല. പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല. ഖുർആൻ ഡസൻ കണക്കിന് ആയത്തുകളാണ് ഇമാം ഗസാലി തന്റെ ഗ്രന്ഥത്തിൽ എടുത്തുദ്ധരിച്ചിട്ടുള്ളത്. നിങ്ങൾ നോക്കൂ, നാളെ പരലോകത്ത് മഹ്ശറയിൽ അള്ളാഹു വിചാരണ തുടങ്ങാതെ അനന്തമായി പുഴുക്കളെ പോലെ വേയർത്ത് കുളിച്ച് ക്ഷീണിച്ച് തളർന്ന് മനുഷ്യൻ നരകത്തിലേക്കെങ്കിൽ നരകത്തിൽ ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് കിട്ടിയാൽ മതി എന്ന് ആഗ്രഹിക്കുന്ന ഒരു സന്ദർഭമുണ്ട്. വിചാരണ തുടങ്ങാൻ ആരോട് പറയും? ലാ യതകല്ലമൂന ഇല്ലാ മൻ അദിന ലഹുർ റഹ്മാൻ. പരമകാരുണികൻ അനുവാദം നൽകിയവരല്ലാതെ ഒരു വാക്ക് പോലും സംസാരിക്കാൻ അവസരമില്ലാത്ത ലോകത്തിന്റെ പേരാണ് മഹ്ശറ. മനസ്സിലായോ? നാവത്ര നീളുണ്ടായിട്ടും കാര്യമില്ല, മുണ്ടാൻ കഴിയൂല. അള്ളാഹു അനുവാദം നൽകിയാൽ തൊള്ള തുറക്കാൻ പറ്റുള്ളൂ. ആര് തുറക്കും? ആര് തുറക്കും? മനുഷ്യ സമൂഹം ഒന്നാകെ അബുൽ ബഷർ, മനുഷ്യ പിതാവായ ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കലേക്ക് പോവാണ്. ഞാൻ ഈ ചരിത്രം പറഞ്ഞതിനറിയോ? പാപത്തെ, ഒരു തെറ്റിനെ എങ്ങനെ നമ്മൾ കാണണം, എത്ര ഗൗരവത്തിൽ കാണണം, അത് പൊറത്തു കിട്ടാൻ ഒരു അവസരം കിട്ടുമ്പോൾ അതെങ്ങനെ ഉപയോഗപ്പെടുത്തണം എന്ന് മനസ്സിലാക്കാനാണ് ഞാൻ ഈ ചരിത്രം പറയുന്നത്. നമ്മളെല്ലാവരും കൂടി ആദം അലൈഹി സ്വലാത്തു വസ്സലാമിന്റെ അടുക്കൽ പോയി, ബാപ്പാ നിങ്ങൾ കാണില്ലേ ഇവിടെ പുഴുക്കളെ പോലെ കോടാനക്കോടി നക്ഷത്രങ്ങളെ ചോട്ടിൽ ചുട്ട് പഴുത്ത് വിയർത്ത് ക്ഷീണിച്ച് അവശരായി, പടച്ചോനോടൊന്ന് പറയണം ഒന്ന് വിചാരണ ആരംഭിക്കാൻ. ആരാണ് ആദം അലൈഹി സ്വലാത്തു വസ്സലാം? 960 കൊല്ലം ജീവിച്ച ആളാണ്. 960 കൊല്ലം ജീവിച്ച ഭക്തരിൽ ഭക്തരായ അടിമയുടെ പേരാണ് പ്രവാചക പ്രഭു ആദം അലൈഹി സ്വലാത്തു വസ്സലാം. എന്താ അള്ളാഹിനോട് പറയേണ്ടത്? ഈ മനുഷ്യന്മാരൊക്കെ സ്വർഗത്തിലാക്കണം? അതാണോ നമ്മൾ ആവശ്യപ്പെട്ടത്? അല്ല, വിചാരണ തുടങ്ങണം. വിചാരണ തുടങ്ങാൻ വേണ്ടി എന്താ ആദം അലൈഹി സ്വലാത്തു വസ്സലാം പറയാ? അത് ഞാൻ ഏറ്റു, നിങ്ങൾ എന്തിനാ ബേജാറാണെന്നാ? നിങ്ങൾക്കറിയോ, ഞാനൊരു ഒരു തെറ്റ് 960 കൊല്ലം ജീവിച്ചിട്ട് ഒരൊറ്റ തെറ്റ് എവിടുന്ന്? ഭൂമിയിലല്ല, സ്വർഗത്തുനിന്ന് ഞാൻ എനിക്ക് സംഭവിച്ചു പോയി. ഏത്? പഴം പറിച്ച് ഭക്ഷിച്ചത്. അതാ പുറത്തോട്ട് എത്ര സ്ഥലത്ത് ഖുർആൻ പറഞ്ഞു? വേദഗ്രന്ഥത്തിന്റെ അവസാനത്തെ എഡിഷൻ ഖുർആനിൽ പോലും ആദമിന്റെ തെറ്റ് പുറത്തു കൊടുത്തു എന്ന് എത്ര സ്ഥലത്ത് പറഞ്ഞു? അള്ള പുറത്തു കൊടുത്ത് എന്ന് പറഞ്ഞിട്ടും തന്നിൽ സംഭവിച്ചു പോയ ഒരു തെറ്റിന്റെ പേരിൽ അള്ളാന്റെ മുമ്പിൽ നാവ് തുറക്കാൻ ആദം നബിക്ക് മടിയാണെങ്കിൽ കണ്ടെയ്നർ കണക്കിന് തെറ്റ് ചെയ്ത എന്റെയും നിങ്ങളുടെയും അവസ്ഥ എന്താ? റമദാൻ അങ്ങനെ പോവുക, കിടന്നുറങ്ങുക, അങ്ങാടി പോയി കുത്തിരിക്കുക, മൊബൈൽ വായിക്കുക. സഹോദര, എന്താ നിങ്ങൾ ചെയ്തുകൊണ്ടിരിക്കണമെന്നറിയോ? ഇന്നഹു മയ്യഅതി റബ്ബഹു മുജ്രിമാ. സൂറത്തു ത്വാഹ ആയത്ത് നമ്പർ 74. വേണമെങ്കിൽ വീട്ടിൽ പോയി പരിശോധിച്ചോളി. മരിച്ചു പോകണമെന്ന് ആഗ്രഹമുള്ളവർ, സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹമുള്ളവർ, മഹ്ശറിൽ നിൽക്കണമെന്ന് ആഗ്രഹമുള്ളവർ പരിശോധിച്ചോളൂ. ഒരു തെറ്റുമായി നിങ്ങൾ പരലോകത്ത് വന്നാൽ, ഫഇന്ന ലഹു ജഹന്നമ, അവന്റെ താമസം ജഹന്നമാണ്. ഒരു എക്സ്ക്യൂസും ഉണ്ടാവില്ല. അതിനാറാമത് നിങ്ങൾ വിചാരിച്ച നോമ്പർപ്പിക്കാനാണ്, പോത്തർച്ചി തിന്നാനാണ്, സൽക്കാരം ഉണ്ടാക്കാനാണ്, ഇഫ്താർ ക്യാമ്പ് ഉണ്ടാക്കാനാ, ക്ലാസ് വെക്കാനാ? അല്ല. എന്റെയും നിങ്ങളുടെയും സ്വർഗപ്രവേശനത്തിന് തടസ്സമായി ഞാനും നിങ്ങളും സമ്പാദിച്ചിട്ടുള്ള സകലമാന പാപങ്ങളും കരിച്ചു കളഞ്ഞില്ലെങ്കിൽ എന്താ വരാൻ പോണെന്നേ? മൂക്ക് മണ്ണുക്കാണ് കുത്തിയാൽ അറിയും. മനസ്സിലായോ? ആദം അലൈഹി സ്വലാത്തു വസ്സലാം കൈയൊഴിയാ മക്കളെ, നമ്മളെ അദ്ദേഹത്തിന്റെ മക്കളെ നമ്മള്. ബാപ്പക്ക് ഒരുവിധം മക്കളെ ഒഴിവാക്കാൻ കഴിയോ? ഒരു നിവൃത്തിയില്ലഞ്ഞിട്ടല്ലേ?
എന്നിട്ട് അദ്ദേഹം പറയും, ഞാൻ ഒഴിവാക്കി നീ നിങ്ങൾ ബേജാറാണ്ട, നിങ്ങൾ നൂഹ് നബിയുടെ അടുത്ത് പോയി നോക്കി. എല്ലാവരും കൂടി നൂഹ് നബിയുടെ അടുത്ത് 950 കൊല്ലം ഒരേ സമുദായത്തിന്റെ മുമ്പിൽ ലാ ഇലാഹ ഇല്ലല്ലാഹ് പറഞ്ഞ മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ മനോവ്യഥ നിങ്ങൾക്ക് മനസ്സിലാവണോ? സൂറത്ത് നൂഹ് എന്ന് മറിച്ച് നോക്കിയാൽ മതി. നമുക്ക് ആ പരിപാടി ഇല്ലല്ലോ. മൊബൈൽ നോക്കുക എന്നല്ലാതെ ഒരു സൂറത്തിന്റെ അർത്ഥം റമദാനായിട്ട് പഠിച്ചിനോ? പരിശോധിച്ച് നോക്കി നിങ്ങൾ. ആരാണ് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം? ഇന്നഹു കാന അബ്ദൻ ശകൂറാ, നന്ദിയുള്ള അടിമയാണ് അദ്ദേഹമെന്ന് ലോകത്തുള്ള മുഴുവൻ മനുഷ്യന്മാരെ കൂട്ടത്തിൽ ആദ്യമായിട്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല നന്ദിയുള്ള അടിമ എന്ന് പറഞ്ഞത് മഹാനായ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമെ സംബന്ധിച്ചാണ്. അദ്ദേഹത്തിന്റെ അടുക്കലേക്ക് നമ്മൾ ചെന്ന് പറയുന്നു, നിങ്ങൾ ആദ്യത്തെ റസൂലാണ്, അള്ളാഹിനോടൊന്ന് ശുപാർശ പറയണം. എന്തിന്? സ്വർഗം വാങ്ങിത്തരാനല്ല, ഇവിടെ നിന്ന് രക്ഷപ്പെടണം. എന്താ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം പറയാ? ആരാ നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം? ആദ്യത്തെ റസൂൽ. എന്താ അദ്ദേഹം പറയല്? നിങ്ങൾക്കറിയാലോ, എൻ്റെ മകന് കാഫറായി ചത്തുപോയി, മുശ്രിക്കായി ചത്തുപോയി. ആ മകന് വേണ്ടി ഞാൻ പൊറുക്കലിനെ തേടി, അത് അള്ളാഹ്ക്ക് ഇഷ്ടപ്പെട്ടില്ല. അത് പൊറത്തു കൊടുത്തത് ഖുർആൻ എത്ര സ്ഥലത്ത് പറഞ്ഞു? 950 കൊല്ലം ജീവിച്ചിട്ട് തന്റെ നാവിൽ നിന്ന് വന്നുപോയൊരു അബദ്ധം അള്ളാഹ് പൊറത്തു കൊടുത്തു എന്ന് പറഞ്ഞിട്ടും നാളെ പരലോകത്ത് ആ ചിന്ത ആദ്യത്തെ റസൂലിനെ അലോസരപ്പെടുത്തിയെങ്കിൽ ആലോചിക്കും സഹോദരന്മാരെ. 24 മണിക്കൂർ തെറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്ന ഞാനും ഏത് പ്രതീക്ഷയിലാ റമദാന് കിടന്നുറങ്ങുന്നത്? മനസ്സിലായില്ല. 10 പൈസ കയ്യിൽ നിന്ന് ഇറങ്ങിയില്ലല്ലോ. തരെ ഇറങ്ങിയോ? ഒരു ദിവസം പള്ളിയിൽ പോയി കിടന്നുറങ്ങിയോ? ഇത്തികാഫ് ഇല്ലല്ലോ. അവസാനത്തെ 10 കാത്തുക. ഈ ജീവിച്ചിരിപ്പുണ്ടാവോ? നമ്മൾ ജീവിച്ചിരിപ്പുണ്ടാവോ? എത്ര വർഷം ഖുർആൻ ഓതി തീർത്തു? ഓതി തീർക്കേ അതിന് സമയമായില്ലല്ലോ. അത് 30 ദിവസം കഴിയുമ്പോഴല്ലോ ഒരു കത്ത തീർക്കല് ആണോ? ഇതുമായിട്ടാണ് പോണത്, ഒരു ഹത്തുമായിട്ടാണ് പോണത്. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം തന്റെ ജീവിതത്തിൽ നാവിൽ നിന്ന് വന്നു പോയ അബദ്ധത്തിന്റെ പേരിൽ അള്ളാഹ് നന്ദിയുള്ള അടിമ എന്ന് വിശേഷിപ്പിച്ചിട്ടും പേടി മാറില്ലെങ്കിൽ ഇന്ത്യങ്ങളെ അവസ്ഥ എന്താ? അപ്പൊ റമദാൻ എന്ന് എന്താ സാധനം? എത്ര വിലമതിക്കാനാവാത്ത നിമിഷാർത്ഥങ്ങളിലൂടെയാണ് കടന്നു പോകുന്നത്. ആലോചിക്കും. നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാം കൈയൊഴിയും. അദ്ദേഹം പറയും, ബേജാറാവണ്ട, ഖലീലുള്ള ഉണ്ട് നമുക്ക്. അത് ഇബ്രാഹിം അലൈഹി സ്വലാത്തു. എല്ലാവരും കൂടി അങ്ങോട്ട് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമൊക്കെ പോയി നമുക്ക് വലിയ പ്രതീക്ഷ ഉണ്ട്. കാരണം എന്താ അറിയോ? 1,24,000 പരം പ്രവാചകന്മാരുടെ കൂട്ടത്തിൽ അള്ളാഹു ഖലീലായി തെരഞ്ഞെടുത്തത് വെറും 2 ആളെ. ഒന്നാമത്തത് ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയാണെങ്കിൽ രണ്ടാമത്തത് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയാണ്. ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം എന്താ പറയാ? ആരാ? വഇദ് ഇബ്തലാ ഇബ്രാഹീമ റബ്ബുഹു ബികലിമാതിൻ ഫഅതമ്മഹുന്ന. അള്ളാഹു നടത്തിയ എല്ലാ പരീക്ഷയിലും A+ കിട്ടിയ മനുഷ്യനാ. വഖാല ഇന്നി ജാഇലുക ലിന്നാസി ഇമാമ. അതുകൊണ്ട് പ്രവാചകരെ, താങ്കളെ ഞാൻ ലോകത്തിന്റെ നേതാവാക്കുന്നു. അന്ത്യപ്രവാചകനോട് പോലും അള്ളാഹു പറഞ്ഞു, വത്തബിഉ മില്ലത ഇബ്രാഹീമ ഹനീഫ. താങ്കളും പിൻപറ്റേണ്ടത് ഖലീലുല്ലാഹി ഇബ്രാഹിമിന്റെ മാർഗമാണ് എന്ന് പറഞ്ഞ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാം നമ്മുടെ ആവശ്യത്തോട് പ്രതികരിക്കുന്നത് എങ്ങനെയാണെന്ന് നിങ്ങൾക്കറിയോ? എൻ്റെ നാവുന്ന് ഒരു പക്ഷേ അള്ളാഹ്ക്ക് എന്നെ പിടിച്ച് ശിക്ഷിക്കാവുന്ന, അള്ളാഹ്ക്ക് ഒരു പക്ഷേ തെറ്റാണ് എന്ന്, പാപമാണ് എന്ന് വിധി എഴുതാവുന്ന 3 വാക്കുകൾ വന്നുപോയിട്ടുണ്ട്. 3 വാക്ക്. എന്താണ്? അദ്ദേഹത്തിന്റെ കാലഘട്ടത്തിൽ 4000 കൊല്ലം മുമ്പ് ഇറാഖിലെ ഊർ എന്ന പട്ടണത്തിലെ ആളുകൾ വിഗ്രഹാരാധകരായിരുന്നു. അവരുടെ വിശ്വാസം ഭാഗ്യവും നിർഭാഗ്യവും നിശ്ചയിക്കുന്നത് ഗ്രഹങ്ങളും നക്ഷത്രങ്ങളുമാണ് എന്നായിരുന്നു. അവിടെ വിഗ്രഹങ്ങളുടെ പേരിൽ വലിയ ഉത്സവങ്ങൾ നടന്നിരുന്നു. ആ ഉത്സവത്തിന് ജനങ്ങൾ ഒന്നായിട്ട് പോകുമ്പോൾ അവർ വിളിച്ചു, ഇബ്രാഹിമേ, ഈ നീർച്ചക്ക് പോരുന്നില്ലേ? ഈ പോകുന്നില്ല നീർച്ചക്ക്? ഇബ്രാഹിം നബി എന്താ പറഞ്ഞത്? ഇന്നി സഖീം, ഞാൻ രോഗിയാണ്. രോഗി എന്ന് പറഞ്ഞാൽ എന്താ? ജലദോഷമോ പനിയോ വയറുവേദന ഒന്നുമില്ല. പിന്നെ ആ വാക്ക് എന്തിനാ പറഞ്ഞത്? ഞാൻ മാനസികമായി ഈ ശിർക്കിനോട് യോജിക്കുന്ന ആളല്ല എന്നാ. പക്ഷെ അള്ളാഹ്ക്ക് വേണമെങ്കിൽ, ഇബ്രാഹിം നിനക്ക് തലവേദന ഉണ്ടായിരുന്നോ? ഇല്ല. വയറുവേദന ഉണ്ടായിരുന്നോ? ഇല്ല. പനി ഉണ്ടായിരുന്നോ? ഇല്ല. പിന്നെ എന്തിനു നീ രോഗിയാന്ന് കളവ് പറഞ്ഞു? കളവ് പറഞ്ഞാൽ എന്താ ശിക്ഷ? അള്ളാഹ്ക്ക് വേണേ ശിക്ഷിച്ചൂടെ? ഇബ്രാഹിമിനെ ചോദിക്കാം അവളോട്, എനിക്ക് വേണേ അള്ളാഹ്ക്ക് എന്നെ ശിക്ഷിച്ചൂടെ? രണ്ടാമത്തെ എന്താ? അവര് വിഗ്രഹത്തെ അടിച്ചുടച്ച് ജനങ്ങളൊക്കെ തിരിച്ചു വന്നപ്പോ വലിയ വിഗ്രഹം കുത്തനെ നിൽക്കണ്, വേറെ വിഗ്രഹമൊക്കെ അടിച്ചുടച്ച് കെട്ടതില് അവർ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു കൊണ്ടുവന്ന് ചോദിച്ചു, നീയാണോ ഈ വിഗ്രഹങ്ങളെ കൊന്നത്? സത്യം പറഞ്ഞാൽ എന്താ പറയേണ്ടത്? ഞാനാന്നല്ലേ പറയേണ്ടത്? എന്താ പറഞ്ഞത്?
ഖാല ബൽ ഫഅലഹു കബീറുഹും ഹാദാ ഫസ്അലുഹും ഇൻ കാനൂ യന്തിഖൂൻ. അല്ല, എന്നോട് ചോദിക്കണ്ടല്ലോ, ഒരു പടച്ചോനാണ് ജീവനത്തോടെ കണ്ടല്ലോ, മൂപ്പരോട് ചോദിച്ചു നോക്കി എന്നാ പറഞ്ഞത്. അതിന്റെ അർത്ഥം ഞാനല്ല എന്നല്ലേ? അള്ളാഹ്ക്ക് വേണേ എങ്ങനെ പറഞ്ഞൂടെ? എന്തിനാ ഇത് ഇബ്രാഹിം പറഞ്ഞ? എന്തിനാ? വിഗ്രഹങ്ങൾക്ക് ഒരു കഴിവുമില്ല. അയാളെ മുമ്പിൽ വെച്ചാ ഞാൻ പണിയൊക്കെ എടുത്തത്, എന്നിട്ട് മൂപ്പരിന്റെ കൈ പിടിച്ചില്ല. അപ്പൊ അയാൾക്ക് ഒരു കഴിവുമില്ല, ഇത് വിഗ്രഹമാണ്, ഓലെ ആരാധിക്കരുത് എന്ന് ജനങ്ങളെ പഠിപ്പിക്കാനാ. പക്ഷെ അള്ളാഹ്ക്ക് വേണമെങ്കിൽ എന്നെ സൃഷ്ടിക്കാം എന്ത് പറഞ്ഞിട്ട്? എന്നോട് ഓലെന്താ ചോദിച്ചത്? നീ ആണോ വിഗ്രഹത്തോട്? ആണോ അല്ലേ? ഈ രണ്ടും പറഞ്ഞില്ലല്ലോ. ഒരു കള്ളത്തറന്റെ അടുത്തുണ്ടല്ലേ എന്ന് വേണേ പറഞ്ഞൂടെ? നോക്കിങ്ങള്. മൂന്നാമത്തെ എന്താ അറിയോ? തന്റെ ആദ്യ ഭാര്യ സാറാ റളിയല്ലാഹു അൻഹ, അവരെയും കൊണ്ട് ഇബ്രാഹിം നബി ഒരു നാട്ടിൽ കൂടെ പോവുകയാണ്. അവിടുത്തെ രാജാവിനൊരു സ്വഭാവമുണ്ട്, സുന്ദരിയായ സ്ത്രീകളെ കണ്ടാൽ മൂപ്പര് പിടിച്ചു വെക്കും. സാറാ റളിയല്ലാഹു അൻഹ സുന്ദരിയായിരുന്നു. രാജാവ് കണ്ടു, പിടിച്ചു വെക്കണം എന്ന് ആഗ്രഹം ഉണ്ടായി. ഇതാരാന്ന് ചോദിച്ചു. ഭാര്യ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും, ഭാര്യ എന്ന് പറഞ്ഞാൽ കൊടുക്കേണ്ടി വരും. അപ്പോ ഇബ്രാഹിം നബി പറഞ്ഞു, അത്ര എന്റെ സഹോദരിയാണ്. അപ്പൊ നമ്മൾ സ്കൂളിൽ പോയാൽ പറയല്ലേ, ഓൾ ഇന്ത്യൻസ് ആർ മൈ ബ്രദേഴ്സ് ആൻഡ് സിസ്റ്റേഴ്സ്. പറഞ്ഞോളൂ, അത്രേ ഉള്ളൂ. പക്ഷെ അള്ളാഹ്ക്ക് വേണമെങ്കിൽ എങ്ങനെ ഭാര്യനെ പെങ്ങളാന്ന് പറയല് എന്ന് പറഞ്ഞ് സൃഷ്ടിച്ചൂടെ? അങ്ങനെ 3 അബദ്ധേ എൻ്റെ അടുത്ത് വന്നോണ്ടേ എനിക്ക് പടച്ചവരോട് സംസാരിക്കാൻ ധൈര്യമില്ല. എൻ്റെ ചങ്ങായിമാരെ എങ്ങനെ നമ്മൾ പരലോകത്തേക്ക് പോകുകളൊന്ന് ആലോചിച്ചു. പരലോകത്തേക്ക് എന്ത് പ്രതീക്ഷയായിട്ടാണ് നിങ്ങൾ പോണത്? എന്നിട്ട് റമദാൻ 5 എണ്ണം കഴിഞ്ഞല്ലോ. എത്ര പാപം പൊറപ്പിക്കാൻ കഴിഞ്ഞു, എത്ര കണ്ണുനീർ നമ്മളെ കണ്ണിന്ന് വന്നു, എത്ര വട്ടം നെഞ്ചുരുകി പ്രാർത്ഥിച്ചു, എത്ര റുപ്യ സദഖ കൊടുക്കാൻ പറ്റി, എത്ര ഖുർആൻ ഓതാൻ പറ്റി, എത്ര ദീർഘമായി നമസ്കരിക്കാൻ സാധിച്ചു. ആലോചിക്കും. അതാണ് റമദാൻ. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ റമദാൻ വരുന്നതിന് മുമ്പ് മഹല്ലിലെ മുഴുവൻ ആളുകളെ വിളിച്ചു വരുത്തിയിട്ട് ഇത് ഉത്ബോധനം നടത്തിയത്. പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല. ഇന്നമാ തുൻദിറു മനിത്തബഅ അദ്ദിക്റ വഖശിയർ റഹ്മാന ബിൽ ഗൈബ് ഫബശ്ശിർഹു ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. സൂറത്ത് യാസീൻ. ഉത്ബോധനം പിൻപറ്റാൻ തയ്യാറുള്ളവർ. ഇന്ന് ഉത്ബോധനം പിൻപറ്റല്ല, കുത്തുബക്ക് മാർക്കിടല. മൂപ്പരാണ് ആടെ നാട്ടുക, മൂപ്പരല്ലേ ആട്ടു പോണ്ട. പറഞ്ഞത് സ്വീകരിക്കുന്നുണ്ടോ? അത് ബാധകമല്ല. ഈ ഭരണകാരൻ ജീവിതത്തിലുണ്ടോ? പറയുന്നവന്റെ ജീവിതത്തിലുണ്ടോ? ഇല്ല. കേൾക്കണോലത്തുണ്ടോ? ഇല്ല. കേട്ടോ, മാർക്കിടുകയാണ്. അതല്ലല്ലോ, പിൻപറ്റാൻ തയ്യാറുള്ളവർ. രഹസ്യ ജീവിതത്തിൽ അള്ളാഹനെ ഭയപ്പെടുന്നവർ. ഫബശ്ശിർഹു, പ്രവാചകരെ താങ്കൾ അവർക്ക് സന്തോഷ വാർത്ത അറിയിക്കണം. എന്ത്? സ്വർഗ്ഗമുണ്ട് എന്നല്ല പറയില്ല, പിന്നെന്താ പറഞ്ഞത്? ബിമഗ്ഫിറത്തിൻ വഅജ്രിൻ കരീം. പാപമോചനം ഇല്ലാത്തവന് സ്വർഗ്ഗപ്രവേശനമില്ല. ഇന്നമാ തുൻദിറു ഇന്നല്ലദീന യഖ്ശൗന റബ്ബഹും ബിൽ ഗൈബ് ലഹും മഗ്ഫിറത്തുൻ വഅജ്റുൻ കബീർ. സൂറത്തുൽ മുൽക്ക്. രഹസ്യ ജീവിതത്തിൽ പടച്ചവനെ പേടിക്കുക. അവർക്ക് പാപമോചനമുണ്ട്, സ്വർഗ്ഗമുണ്ട്. അതെന്തേ? പാപമോചനം ഇല്ലാത്തവന് സ്വർഗ്ഗപ്രവേശനമില്ല. സൂറ ആലു ഇംറാൻ 133. നിങ്ങൾ അള്ളാന്റെ പാപമോചനത്തിലേക്കും സ്വർഗത്തിലേക്കും ധൃതിപ്പെടണം. എന്തേ കാര്യം? പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല. അതുകൊണ്ടാണ് സഹോദരങ്ങളെ, രാത്രി കിടന്നാൽ ഉറക്കം വരാതെ നമ്മളെ മുൻഗാമികൾ അള്ളാഹു 1-ാം ആകാശത്തേക്ക് വന്നു. ആർക്കാണ് പാപമോചനം വേണ്ടെന്ന് ചോദിക്കുമ്പോ എഴുന്നേറ്റിരുന്ന അള്ളാഹിനോട് പാപമോചനം തൊടാൻ അലാറം വെക്കാതെ എഴുന്നേറ്റൊരു തലമുറ അവിടെ കഴിഞ്ഞു പോയിട്ടുണ്ട്. അവരെ നിയന്ത്രിച്ചതും അവരെ പേടിപ്പെടുത്തിയതും പാപത്തെ പറ്റിയുള്ള ചിന്തയായിരുന്നു. അതാണ് ഖുർആൻ സൂറത്ത് ആലു ഇംറാനിൽ പറഞ്ഞത്, കാനൂ ഖലീലൻ മിനൽ ലൈലി മാ യഹ്ജഊൻ വബിൽ അസ്ഹാരി ഹും യസ്തഗ്ഫിറൂൻ. അല്പൊന്ന് കിടക്കും രാത്രിയായി, എന്നിട്ടോ തട്ടിപ്പടച്ചെടിക്കുക, അതോ വണ്ടി വരാനുള്ള മാതിരി അള്ള വരുമ്പോഴത്തേന് ഇരുട്ട് റെഡിയായി. എന്നിട്ട് അവർ ഇസ്തിഗ്ഫാർ ചെയ്യാം. എന്താ കാര്യം? പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല. എത്ര സ്ഥലത്ത് ഇബ്രാഹിം നബി അലൈഹിസ്സലാത്തു വസ്സലാമിന്റെ ദുആ, ഇന്നി അത്മഉ അൻ യഗ്ഫിറ ലീ ഖതീഅതി യൗമദ്ദീൻ. ഞാൻ ആഗ്രഹിക്കുന്നത് എന്നെ ഖലീലാക്കണമെന്നോ ലോകത്തിന്റെ നേതാവാക്കണമെന്നോ അല്ല, എന്റെ പാപം അള്ളാഹ് പൊറുത്തു തരണമെന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ആരായി പറയണത്? ഖലീലുല്ലാഹി ഇബ്രാഹിം അലൈഹിസ്സലാത്തു വസ്സലാം. ആലോചിച്ച് നോക്കി നിങ്ങൾ. പാപം പൊറുത്തരെന്നാണ് ആഗ്രഹം. അദ്ദേഹം തന്റെ ആഗ്രഹം വിശദീകരിക്കുക. യുദ്ധക്കളത്തിൽ വെച്ച് പോലും സത്യവിശ്വാസിയുടെ ദുആ അള്ളാഹ് എടുത്ത് ഉദ്ധരിച്ചു. യുദ്ധക്കളത്തിൽ എത്തിയാൽ സഹോദരന്മാരെ എന്താ ദ്വാരക്കണ്ടിയ? പടച്ചോനെ യുദ്ധത്തിൽ കഴിച്ചിലാക്കണമെന്നല്ലേ. അവിടെ വെച്ച് പോലും പ്രാർത്ഥിക്കുന്നു, റബ്ബന ഗഫിർ ലനാ
وإسرافنا في أمرنا ربنا اغفر لنا ذنوبنا وإسرافنا في أمرنا وثبت أقدامنا وانصرنا على القوم الكافرين. പടച്ചോനെ, ഞങ്ങളെ പാപം കാരണമായി യുദ്ധത്തിൽ ഞങ്ങളെ തോൽപ്പിക്കരുതേ. അതുകൊണ്ട് പാപം ആദ്യം പുറത്തു തരണം. യുദ്ധക്കളത്തിൽ വെച്ച് പോലും പാപമോചനം തേടുന്ന ഒരു സമുദായത്തിന്റെ പിൻഗാമികൾ പാപത്തെ പറ്റി ഒരു ചിന്തയില്ല. നമ്മളൊക്കെ 100 ഖുർആന്റെ നടുക്കണ്ടായിട്ട് കണക്കല്ലേ. ആലോചിച്ച് നോക്കിങ്ങള്, നമുക്ക് ആർക്കെങ്കിലും നമ്മൾ ചെയ്തു പോയ തിന്മയിൽ വല്ല പശ്ചാത്താപം ഉണ്ടോ സഹോദരന്മാര്? അതുണ്ടാവണം. ഉണ്ടെങ്കിൽ ആ പാപത്തെ മുഴുവൻ കരിച്ചു കളയുന്ന മാസമാണിത്. അതുകൊണ്ട് കഴിഞ്ഞകാല ജീവിതത്തിലെ ഓരോ പാപങ്ങളും എടുത്തെടുത്തെടുത്ത് പറഞ്ഞ് കണ്ണുകൊണ്ട് കണ്ടുപോയത്, ചെവി കൊണ്ട് കേട്ടുപോയത്, നാവ് കൊണ്ട് സംസാരിച്ചു പോയത്, കൈകാല കൊണ്ട് പ്രവർത്തിച്ചു പോയത്, മനസ്സുകൊണ്ട് ആഗ്രഹിച്ചു പോയത്, സാമ്പത്തിക രംഗത്ത്, പെരുമാറ്റത്തില്, സ്വഭാവത്തില്, മാതാപിതാക്കളോട്, മക്കളോട്, ഭാര്യയോട്, ഭർത്താവിനോട്, ഇണകളോട്, അയൽവാസിയോട്, കുടുംബക്കാരോട് ചെയ്തു പോയ എല്ലാം എടുത്തെടുത്തെടുത്ത് എണ്ണി പെറുക്കി 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 ക്ലിയർ ചെയ്തിട്ടില്ലെങ്കിൽ സഹോദരങ്ങളെ, നമുക്ക് സ്വർഗപ്രവേശനമില്ല. ആ പ്രാധാന്യത്തോടെ ഈ ദിനരാത്രങ്ങളെ കൈകാര്യം ചെയ്യാൻ പരിശ്രമിക്കുക. അല്ലാഹുവേ, സാധുക്കളായ ഞങ്ങൾക്ക് നീ അങ്ങനെ ഇതിന്റെ ദിനരാത്രങ്ങൾ ഉപയോഗപ്പെടുത്തി മുഴുവൻ പാപങ്ങളെയും കരിച്ചു കളയാനുള്ള തൗഫീക്ക് നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ റസൂലില്ലാഹ് വഅലാ ആലിഹി അൽഫായിസീന ബിറിദല്ലാഹ്. ഇത്തഖുല്ലാഹ ഇബാദല്ലാഹ്. അല്ലാഹുവിൻ്റെ നിയമാവലികൾ സൂക്ഷിക്കണമെന്ന് ഒരിക്കൽ കൂടെ ഉണർത്തുകയാണ്. എല്ലാ ഇബാദത്തിൻ്റെയും പ്രതിഫലം പാപമോചന. ഉളുവെടുത്ത ആളുടെ കൂലി എന്താ? ഉളുവെടുക്കുമ്പോൾ ആ കഴുകുന്ന വെള്ളത്തിൻ്റെ അവയവത്തിലെ പാപം ആ വെള്ളത്തിൻ്റെ കൂടെ ഒലിച്ചു പോവാണ്. പള്ളിയിലേക്ക് നടന്നു പോകുമ്പോൾ ഓരോ സ്റ്റെപ്പിനും ഓരോ പാപം കട്ട് ചെയ്യാണ്. പാപമോചനമില്ലാത്ത ഒരു ഇബാദത്തുകൾ പറയും. എന്തിനാണത്? പാപമോചനം ഇല്ലാത്തവന് സ്വർഗപ്രവേശനമില്ല. അതാണ് ഒന്നാമത്തെ ഭയം, അജലുൻ ഖദമല്ലാ. രണ്ടാമത്തെ ഭയം അജലുൻ ബാഖീൻ, അവശേഷിക്കുന്ന ജീവിതത്തെ പറ്റി എന്താ പേടിക്കാനുള്ളത്? നമുക്ക് പേടി എന്താണ്? പടച്ചോനെ, സാമ്പത്തികമായി മക്കളെ അടിയെത്തിയില്ല, കച്ചവടം അടിയെത്തിയില്ല, വരുമാനമില്ല. അതല്ല, എൻ്റെ അവസാനം എന്താവും? വലാ തമൂതുന്ന ഇല്ലാ വഅൻതും മുസ്ലിമൂൻ. എൻ്റെ അന്ത്യം പടച്ചോനെ ഈമാൻ കിട്ടാണ്ടായി പോകുമോ? നമുക്കൊരു ബേജാറുമില്ല. ബസ് കുടുങ്ങി മരിക്കുന്നേ പേടി. മക്കളോട് പറയും സൈഡിലൂടെ പോണട്ടോ, ഇടിയെട്ടുമ്പോളേ എടെ കേറിക്കണട്ടോ, നായി വരണോട്ടാ നോക്കണട്ടോ, ചെറിയ കുട്ടി അവനക്ക് ഓടാൻ കഴിയൂല, ഇതൊക്കെ നമ്മൾ പറയും. പറയണ്ടെന്നല്ല, ഈമാൻ കിട്ടാതെ മരിക്കുന്നതിനെ പറ്റി ഒരു ബേജാറുമില്ല. എപ്പോഴെങ്കിലും പടച്ചോനോട് ആലോചിച്ചപ്പെട്ടിട്ടുണ്ടോ സഹോദരന്മാരെ? യൂസുഫ് നബി ആരാ? യൂസുഫ് നബി അലൈഹിസ്സലാത്തു വസ്സലാം ആരാ? അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ പരീക്ഷണം നടത്തിയ വ്യക്തിയാണ്. സൂറത്ത് യൂസുഫ് മറിച്ചു നോക്കണ്ടി. 99 ആയത്ത് അദ്ദേഹത്തിന്റെ ചരിത്രമാണെങ്കിൽ 100ാമത്തെ ആയത്ത് അദ്ദേഹത്തിന്റെ പ്രാർത്ഥനയാണ്. റബ്ബി ഖദ് ആതൈതനി മിനൽ മുൽക്കി വഅല്ലംതനി മിൻ തഅവീലിൽ അഹാദീസി ഫാത്തിറസ് സമാവാതി വൽ അർള് അൻത വലിയ്യി ഫിദ് ദുനിയാ വൽ ആഖിറ തവഫനി മുസ്ലിമൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, നീ തന്ന രാജാധികാരവും സൗന്ദര്യവും സ്വപ്ന വ്യാഖ്യാനമൊക്കെ മരണത്തോടുകൂടി അവസാനിക്കും. ഞാൻ ആഗ്രഹിക്കുന്നത് തവഫനി മുസ്ലിമൻ, എന്നെ നീ മുസ്ലിമായി മരിപ്പിക്കണം. വഅൽഹിഖ്നി ബിസ്സാലിഹീൻ, സ്വാലിഹീങ്ങളുടെ കൂട്ടത്തിൽ ഒരു പേരായി യൂസുഫിന്റെ പേര് നീ എഴുതി ചേർക്കണം. എത്ര താഴ്മയോടെ പ്രാർത്ഥിക്കുന്നത്! ഇബ്രാഹിം നബി പ്രാർത്ഥിക്കുന്നു, റബ്ബി ഹബ്ലി ഹുക്മൻ വഅൽഹിഖ്നി ബിസ്സാലിഹീൻ. അല്ലാഹുവേ, സ്വാലിഹീങ്ങളിൽ ഒരാളായി നിന്റെ പേര് ചേർക്കണേ റബ്ബേ. സുലൈമാൻ നബി ഭരണാധികാരവും രാജാധികാരവും പ്രവാചകത്വം ലഭിച്ച മനുഷ്യനാണ്. അദ്ദേഹത്തിന്റെ പ്രാർത്ഥന വഅദ്ഖിൽനി ബിറഹ്മതിക വഅദ്ഖിൽനി ബിറഹ്മതിക ഫീ ഇബാദിക സ്വാലിഹീൻ. നിന്റെ കാരുണ്യം കൊണ്ട് റബ്ബേ, സ്വാലിഹായ ഒരു അടിമകളിൽ എന്റെ പേരും നീ എഴുതി ചേർക്കണം. അവസാനം ഈമാൻ കിട്ടി മരിക്കോ അല്ലാതായി പോവോ? അല്ലാഹുമ്മ യാ മുഖല്ലിബൽ ഖുലൂബ് സബ്ബിത് ഖൽബി അലാ ദീനിക്. നമ്മുടെ നേതാവിന്റെ പ്രാർത്ഥന. ഈ 2 തരം ഭയത്തിന്റെ മോചനം റമളാനോടുകൂടി പോക്കറ്റിലേക്ക് വരണം. കഴിഞ്ഞകാല ജീവിതത്തിലെ സകലമാന പാപങ്ങളെയും കരിച്ചു കളയണം. അതിന് സമയം വേണോ സമയം കൊടുക്കണം, സമ്പത്ത് വേണോ സമ്പത്ത് കൊടുക്കണം, അറിവ് വേണോ അറിവ് കൊടുക്കണം, സാന്നിധ്യം വേണോ സാന്നിധ്യം കൊടുക്കണം, വിശപ്പ് സഹിക്കണോ സഹിക്കണം,
ക്ഷീണം സഹിക്കണം, ഉറക്കം ഒഴിവാക്കണം, എല്ലാം ത്യജിച്ച് ഇത് കഴുകി ശുദ്ധിയാക്കണം, അഗ്നിശുദ്ധി വരുത്തി പെരുന്നാളിന്റെ തക്ബീർ ചെല്ലാൻ നമ്മൾക്ക് സാധിക്കണം സഹോദരന്മാരെ. ഇന്ന് നമ്മുടെ പള്ളിയിൽ നടക്കുന്ന കളക്ഷൻ എടച്ചേരി ഉള്ള ഒരു തണൽ എന്ന സംരംഭത്തിൽ ഒരുപാട് രോഗികൾക്ക്, ഞാൻ ആദ്യമായിട്ട് കേൾക്കുകയാണ്, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, ഇത് ആദ്യത്തെ വെള്ളിയാഴ്ചയാണ്. ആവശ്യക്കാരും രോഗികളും കൂടി വരികയാണ്. രോഗചികിത്സ താങ്ങാനാവാത്ത ചെലവായി മാറിയിരിക്കുകയാണ്. അതുകൊണ്ട് നമ്മൾ റമളാന്റെ ആദ്യത്തെ വെള്ളിയാഴ്ച എന്ന നിലക്ക് നമ്മുടെ ഈ പ്രദേശത്തുള്ള 300 ചില്ലാൻ രോഗികൾക്ക് എല്ലാവിധ സഹായവും ചെയ്തു തരുന്ന ഒരു മഹാപ്രസ്ഥാനമാണത്. അതിനുള്ള സഹായമാണെന്ന് നമ്മളെ പള്ളിയിൽ നമ്മൾ ശേഖരിക്കുന്നത്. അടുത്തയാഴ്ച കേരളത്തിൻ്റെ അഭിമാനമായി മാറിയിട്ടുള്ള CH സെന്ററിന്റെ കളക്ഷനാണ്. അതിനും തയ്യാറായി വരിക. നമ്മൾക്ക് അള്ളാഹു നൽകിയ സമയവും സമ്പത്തും അറിവും ചെലവഴിച്ച് നമുക്ക് സ്വർഗം നേടണം. അതാണ് ജീവിതത്തിന്റെ ലക്ഷ്യം. ഈ റമളാൻ കഴിയുന്നതിന് മുമ്പ് സ്വർഗപ്രവേശനത്തിന് തടസ്സമായ എല്ലാ തടസ്സങ്ങളെയും നീക്കാൻ നമുക്ക് സാധിക്കണം. റബ്ബ് സുബ്ഹാനഹു വ തആല അതിന് നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. വന്നുപോയ തെറ്റുകുറ്റങ്ങൾ റഹ്മാനായ റബ്ബേ നിന്റെ മഹല്ലായ ഫദ്ല് കൊണ്ട് നീ ഞങ്ങൾക്ക് വിട്ടുപുറത്ത് മാഫാക്കി തരണേ തമ്പുരാനെ. ഈ പള്ളിയിൽ ഞങ്ങൾ ഒരുമിച്ച് കൂടിയതുപോലെ നാളെ നിന്റെ ജന്നാത്തുൽ ഫിർദൗസിൽ കുടുംബ സമേതം ഞങ്ങളെ നീ ഒരുമിച്ച് കൂട്ടണേ തമ്പുരാനെ. രോഗം കൊണ്ട് പ്രയാസപ്പെടുന്ന എല്ലാവർക്കും അള്ളാഹുവേ നീ ശിഫ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അള്ളാഹുവേ മരിച്ചുപോയ മാതാപിതാക്കൾ, ബന്ധുക്കൾ എല്ലാവർക്കും നീ മഗ്ഫിറത്തും മർഹമത്തും നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. യഥാർത്ഥമായ ഈമാനും തഖ്വയും ഇഖ്ലാസും മരണം വരെ മുറുകെ പിടിക്കാൻ ഞങ്ങൾക്കെല്ലാവർക്കും നീ തൗഫീഖ് നൽകണേ തമ്പുരാനെ. ഈ റമളാൻ കൊണ്ട് സകലമാന പാപങ്ങളും കരിച്ചു കളയുന്ന, സ്വർഗപ്രവേശനം നേടുന്ന, നരകമോചനം സമ്പാദിക്കുന്ന, നോമ്പും ഖുർആനും അനുകൂലമായി സാക്ഷി പറയുന്ന യഥാർത്ഥ നോമ്പുകാരിൽ, ഖുർആൻ പാരായകരിൽ, പഠിതാക്കളിൽ അള്ളാഹുവെ ഞങ്ങളെ എല്ലാം നീ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കണേ തമ്പുരാനെ. ഞങ്ങൾ ചെയ്ത അമലുകളിൽ മാനുഷികമായി വന്നു പോകുന്ന എല്ലാ അബദ്ധങ്ങളും പരിഹരിച്ച് പൂർണ്ണാർത്ഥത്തിൽ ഞങ്ങൾ ഓരോരുത്തരിൽ നിന്നും നീ സ്വീകരിക്കണേ തമ്പുരാനെ. അവസാനം അർഹമായ പ്രതിഫലം ഇരുലോകത്തും ഞങ്ങൾക്ക് നീ നൽകി അനുഗ്രഹിക്കണേ തമ്പുരാനെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത്. അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ, അല്ലാഹുമ്മ അജർനാ മിനൻ നാർ. റബ്ബനാ ആതിനാ ഫിദ് ദുനിയാ ഹസന വഫിൽ ആഖിറതി ഹസനതൻ വഖിനാ അദാബൻ നാർ. റബ്ബനാ തഖബ്ബൽ മിന്നാ إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم. آمين 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 برحمتك يا أرحم الراحمين والحمد لله رب العالمين.